അല്ല, ഇതിൽ എന്ന് സാക്ഷാൽ ദൈവം എന്ന് പറയുന്ന സിനിമ അത് 16 മണിക്കൂർ കൊണ്ട് എടുത്തൊരു സിനിമയാണ് ടോട്ടലി. URF വേൾഡ് റെക്കോർഡ് കിട്ടിയൊരു സിനിമയാണ്. അപ്പോൾ അതിനകത്ത് സ്ത്രീധനത്തിനെ കുറിച്ച്, അത് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആത്മഹത്യ, അത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അത് ഈ ഇടയ്ക്ക് നമുക്ക് ഇവിടെ കേരളത്തിലുണ്ടായ ഒരു ഇൻസിഡൻറ്റ് എടുത്ത് വെച്ചിട്ടാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത്. ജിഷ്ണുദേവ് മാരീഡ് ആണോ? അല്ല അല്ല അല്ല. മാരേജ് ചെയ്യുമ്പം സ്വാഭാവികമായിട്ട് അപ്പോൾ സ്ത്രീധനം വാങ്ങില്ലല്ലോ? ഇല്ല, ഉറപ്പാണ്? ഉറപ്പായിട്ടുള്ള ഇതെല്ലാം റെക്കോർഡ് ആവുന്നുണ്ട്. മാരേജിന് കാണാം ധൈര്യമായിട്ട്, ഒരു പ്രശ്നമില്ല. അങ്ങനെ എന്തെങ്കിലും, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ, കണ്ടുവച്ചിട്ടുണ്ടോ? അല്ല, കല്യാണം കഴിക്കാൻ അത് ഉടനെ അറിയാം. എന്തുകൊണ്ട്? അതെ ഒരു അറിയാം. ഓക്കെ, അപ്പോൾ വൈകാതെ അറിയാം, കാത്തിരിക്കാം. മാരേജിനെ കുറിച്ച് അങ്ങനെ കോൺസെപ്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, മാരേജിനെ കുറിച്ചുള്ള കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, പരസ്പര സ്നേഹം, പരസ്പര വിശ്വാസം, അതൊക്കെ. അല്ല, മാരേജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ കാരണം ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ ഡിവോഴ്സുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഡിവോഴ്സ് കാര്യങ്ങളൊന്നും നടക്കാറില്ല. ഇപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ പോലും അത് എത്തി നിൽക്കുന്നത് ഡിവോഴ്സിലാണ്. അല്ലെങ്കിൽ വേർപിരിഞ്ഞ് താമസിക്കുക എന്നുള്ളതാണ് അതിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത്. സൊല്യൂഷൻ ഇല്ല. സോ അതിനോടുള്ള ഒരു അപ്രോച്ച് എന്താണ്? നാളെ ഒരു സബ്ജക്റ്റ് ആക്കാനും പറ്റിയൊരു കാര്യമാണ്. അല്ല, ഇതിൽ ഒരുപാട് കാര്യം ഇപ്പോൾ എല്ലാവരും ഇമോഷണലി ഒരുപാട് വീക്കാണ്. ചെറിയ കാര്യങ്ങൾക്ക് തന്നെ ഭയങ്കരമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ കൂടുതൽ. ഇമോഷണലി ഭയങ്കരമായിട്ട് അവർ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പണ്ടൊക്കെ നമുക്ക് ഒരു സെൻസ് ഓഫ് ഹ്യൂമർ എന്ന് പറയുന്ന സംഭവമുണ്ട്. ഒരു 80s to 90s ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നമ്മുടെ തന്നെ പ്രധാനപ്പെട്ട പൊളിറ്റീഷ്യൻസിനെ എടുത്താലും അല്ലെങ്കിൽ സെലിബ്രിറ്റി സിനിമക്കാരെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഇൻ്റർവ്യൂസ് നോക്കുന്ന സമയത്ത് തന്നെ സെൻസ് ഓഫ് ഹ്യൂമർ എന്ന് പറയുന്ന ഒരുപാട് വർക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സൊസൈറ്റിയിൽ നിന്ന് പെട്ടെന്ന് ഒരു ഹ്യൂമർ നഷ്ടപ്പെട്ട ഒരു സൊസൈറ്റിയിലോട്ട് മാറി. തമാശ പറഞ്ഞാൽ പോലും അത് സീരിയസ് ആയിട്ട് എടുക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈഗോ ഒരുപാടുണ്ടായിരിക്കുന്ന, മെയിൽ ഈഗോ ആയാലും ശരി, അല്ലെങ്കിൽ തന്നെ പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഈഗോ ആയാലും ശരി, അതെല്ലാം ഒരുപാട് ഇൻക്രീസ് ആയ ഒരു കാലഘട്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്.